പെരുമ്പാവൂർ വാഴക്കുളം നടക്കാവ് പാരിയത്തുകാവ് നഗറിൽ 8 കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കാൻ ശ്രമം. 135 വർഷമായി പ്രദേശത്ത് താമസിച്ചു വരുന്നവരാണ് കോടതി വിധിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. പോലീസ് നടപടിയിൽ 14 പേർക്ക് പരിക്കേറ്റു. സംഘർഷാവസ്ഥയ്ക്ക് അയവില്ലാതെ വന്നതോടെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടപടി താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഒരു നൂറ്റാണ്ടിലധികമായി വാഴക്കുളം നടക്കാവ് പാരിയത്തുകാവിൽ താമസിച്ചു വരുന്നവരാണ് ഈ കുടുംബങ്ങൾ. തിരുവിതാംകൂർ രാജഭരണകാലത്തു തന്നെ പുറംപോക്കായി രേഖപ്പെടുത്തിയ ഭൂമിയിൽ 1975 ഈ കുടുംബങ്ങൾ പട്ടയത്തിന് ശ്രമിച്ചപ്പോഴാണ് സ്വകാര്യ വ്യക്തി അവകാശവാദവുമായി രംഗത്തെത്തിയത്. പിന്നീട് നടന്ന നിയമ പോരാട്ടത്തിൽ 3 തവണ പ്രദേശവാസികൾക്ക് അനുകൂലമായി വിധി ലഭിച്ചു. സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായ സുപ്രീംകോടതി വിധി ചൂണ്ടിക്കാണിച്ചാണ് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയത്. പ്രതിരോധം തീർത്ത കോളനി നിവാസികളെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാനായിരുന്നു പോലീസ് ശ്രമം. ആണുങ്ങളെ അറസ്റ്റ് ചെയ്തു നീക്കി സ്ത്രീകളെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കാനായി ശ്രമം. സ്ത്രീകളെ പുരുഷ പോലീസുകാർ വലിച്ചിഴച്ചു. ഭയങ്കരമായിട്ട് വലിച്ചിഴിച്ച ഒരു ചാർജ് കൊണ്ട് തല്ലൊക്കെ ചെയ്ത് പിടിച്ച് വലിച്ചൊക്കെ ചെയ്തിരുന്നു. ഞങ്ങളെ നന്നായിട്ട് ഉപദ്രവിച്ചവർ എല്ലാവരും വലിച്ചിഴിച്ചവർ ആദ്യം ആണുങ്ങളെ കൊണ്ടുപോയി, അത് കഴിഞ്ഞ് പിന്നെ സ്ത്രീകളോട് ഉപദ്രവിച്ചത്. എന്നുവെച്ചാൽ ശരിക്കും വലിച്ചഴിച്ച് ഭയങ്കര വലിയായിരുന്നു അവർ. അപ്പോൾ ഞങ്ങൾ ഉപദ്രവിക്കില്ലാന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവർ നന്നായിട്ട് എല്ലാവരും വലിച്ച്, പിന്നെ ഒരാളെ വലിച്ചഴിച്ച് ഇവിടെ വീണ്, മേത്തേക്ക് എല്ലാവരും വീണ്. ഗർഭിണിയായ യുവതിയെയും വലിച്ചിഴയ്ക്കാൻ മുന്നിൽ നിന്നത് പുരുഷ പോലീസുകാരാണ്. കുട്ടികളെ പോലും പോലീസ് പിടിച്ചു തള്ളി. പോലീസുകാർ പിടിച്ച് വലിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ പോലീസുകാരൻ പിടിച്ച് വലിച്ച് അവളെ പിടിച്ച് ചവിട്ടി. കൊച്ചുണ്ടായിരുന്നു, കൊച്ചിനെയും കൂടി ചവിട്ടി നിലത്തിട്ട് ചവിട്ടി അവർ. എനിക്ക് സങ്കടം വന്നിട്ട് പിടിച്ചതാ. അപ്പം ഒരു വലിയ പോലീസുണ്ട്. ആ പോലീസ് വിളിച്ചപ്പോൾ എൻ്റെ കൈ ഒന്ന് വലിച്ചപ്പോൾ ഒരു ടക്കുന്ന് ഒരു ഒച്ചയിട്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ഇവിടെ പരിക്ക് പറ്റിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഒടുങ്ങുണ്ടെന്ന് പറഞ്ഞത്. ജനപ്രതിനിധികളെ അടക്കം പോലീസ് മർദ്ദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനും വാർഡ് മെമ്പറിനും പരിക്കേറ്റു. ഇവിടെ ഇന്ന് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് വളരെ സമാധാനപരമായി ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ കലക്ടർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രേഖാമൂലം ഒരു ഉറപ്പ് കിട്ടുന്ന പക്ഷം ഞങ്ങൾ ഒഴിഞ്ഞു തരാൻ തയ്യാറാണ്. എന്നാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഇന്ന് ഈ വിധി തീർച്ചയായിട്ടും നടപ്പിലാക്കണം എന്നുള്ളൊരു വാശിയോടുകൂടിയാണ് ഇവിടെ ജയപാൽ എന്ന് പറയുന്ന ഈ കമ്മീഷൻ, ഉത്തരവാദിത്തപ്പെട്ട കമ്മീഷനും ഇവിടെ വന്നത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് അതിക്രമം. സംഘർഷാവസ്ഥ നീണ്ടുനിന്നതോടെ PV ശ്രീനിജൻ MLA അടക്കം ഇടപെടുകയും കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസ് നടപടി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.